പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പാവേണ്ടിയിരുന്ന പല പദ്ധതികളും മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എംഎൽഎയുടെ കഴിവുകേട് കാരണം നടക്കാതെ പോയെന്ന് LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ പെരിന്തൽമണ്ണ പ്രസ് ഫോറം സംഘടിപ്പിച്ച പോർനിലം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു VP മുഹമ്മദ് ഹനീഫ. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിൽ നടക്കാതെ പോയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പ്രഥമ പരിഗണന നൽകുമെന്നും LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ പറഞ്ഞു. വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉണ്ടായിക്കൂടാ. വികസനം ആകണം ഒരു ജനപ്രതിനിധി മുഖ്യ അജണ്ടയായി മുന്നോട്ട് വെക്കേണ്ടത്. അതിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആളുകൾക്കിടയിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനെ ആളുകൾ ഞങ്ങളോട് സംവദിച്ചു പോകുന്നുണ്ട്. നിലവിലെ MLAയുടെ കഴിവുകേട് കാരണം മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട പല പദ്ധതികളും മുടങ്ങിപ്പോയെന്ന് LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ ആരോപിച്ചു. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കുറവ് നികത്താൻ നമുക്ക് കഴിയണം. കേരളത്തിൽ 1,10,000 കോടി രൂപയുടെ കിഫ്ബിയുടെ വികസന പദ്ധതികൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലക്കകത്തും സംസ്ഥാനത്തിനകത്തും നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വലിയ വികസന പദ്ധതികൾ നടന്നിട്ടുണ്ട്. അത് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കുന്നതിൽ MLA കാണിച്ചിട്ടുള്ള ഒരു നിഷേധ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ ഞാനൊരു പ്രതിപക്ഷ MLA ആണ് എന്ന് പറയും, സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്നുണ്ടാവും. ഈ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലങ്ങളെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. അവിടെ MLAമാരുടെ രാഷ്ട്രീയ നിറം നോക്കിയിട്ടാണോ ഈ പദ്ധതികളെല്ലാം കൊടുത്തിട്ടുള്ളത്? വളരെ നല്ല രീതിയിലല്ലേ അതെല്ലാം നടന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കിഫ്ബിയുടെ ഫണ്ട് കിട്ടിയത് എന്ന് പറയുന്ന തലത്തിലേക്ക് UDFന്റെ MLAമാർ വരെ മാറുന്ന സാഹചര്യം നമ്മുടെ ജില്ലയിൽ തന്നെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് റോഡ്, ജില്ലാ ആശുപത്രിയിൽ 11.89 കോടി രൂപയുടെ കിഫ്ബി ബ്ലോക്ക് എന്നിവ മുടങ്ങിപ്പോയ പ്രധാനപ്പെട്ട പദ്ധതികളാണെന്ന് മുഹമ്മദ് ഹനീഫ പറഞ്ഞു. 2020 മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നടത്തി 6 വർഷമായിട്ടും പൂർത്തിയാക്കാത്തതും മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതും MLAയുടെ താൽപര്യക്കുറവാണെന്ന് LDF സ്ഥാനാർത്ഥി ആരോപിച്ചു. വീണ്ടും അത് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് പുതിയ ടെൻഡർ നടപടിയിലേക്ക് പോകേണ്ട കാര്യത്തിലേക്ക് ആലോചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് അതിൻ്റെ നടപടിക്രമങ്ങളുടെ പ്രശ്നമാണ്, ഫണ്ട് അനുവദിക്കാത്ത പ്രശ്നമല്ല. ഇനി ഞാൻ ഒരു ജനപ്രതിനിധിയാണ്, എൻ്റെ മണ്ഡലത്തിലേക്ക് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ തീർത്തുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പരിഹരിച്ചുകൊണ്ട് അത് മുന്നോട്ട് നയിക്കാൻ ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രതിനിധീകരിക്കുന്ന ആളല്ലേ. പട്ടാമ്പി മണ്ഡലത്തിൽ അത് നടന്നു. പട്ടാമ്പിയിൽ നടന്നല്ലോ, പുലാമന്തോൾ വരെ നടന്നില്ലേ? എന്തുകൊണ്ട് പുലാമന്തോളിൽ നിന്നപ്പുറം നടന്നില്ല? എന്തുകൊണ്ട് അവിടെ നടന്നു? ഇനി നിങ്ങൾ പറയുന്ന 2019 ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയാവുന്ന സമയത്താണ് നമ്മളെ ജില്ലാ ആശുപത്രിയിലേക്ക് ഫണ്ട് അനുവദിക്കുന്നത്. അത് എന്താണ് അതിന്റെ പ്രശ്നമെന്ന് തീർക്കേണ്ടത് ആരാണ്? ഇന്ന പ്രശ്നം കൊണ്ടാണ് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി പറഞ്ഞപ്പോൾ അത് നിഷേധമായി എടുത്തിട്ടുണ്ടാവുമോ? ഗവൺമെന്റ് എടുക്കുവോ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? ഫണ്ട് അനുവദിക്കാമെങ്കിൽ അത് നടപ്പാക്കണമെന്നല്ലേ ഗവൺമെന്റ് ആഗ്രഹിക്കുക? കിഫ്ബി പദ്ധതിയിൽ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ കോടികളുടെ വികസനം പൂർത്തിയാക്കി അവരത് തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ ബന്ധപ്പെട്ടവർ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വിപുലപ്പെടുത്താൻ 58 കോടിയുടെ പദ്ധതി കിഫ്ബി അനുവദിച്ചു. മറ്റു സ്ഥലങ്ങളിൽ ഈ പദ്ധതി മുന്നോട്ടു പോയപ്പോൾ ഇവിടെ നടപ്പാക്കാൻ എല്ലാവരെയും യോജിപ്പിച്ചു നിർത്താൻ സാധിച്ചില്ല. ജില്ലാ ആശുപത്രി എല്ലാ സാധാരണക്കാർക്കും ഉപയോഗപ്പെടുത്താവുന്ന വിധം സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് പകരം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് MLA എന്നും VP മുഹമ്മദ് ഹനീഫ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്താകെ വികസന നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിന് അതിന്റെ ഗുണഫലം ലഭിച്ചില്ല. മണ്ഡലത്തിൽ MLA ഫണ്ട് വിനിയോഗിച്ച് പൂർത്തിയാക്കിയ പദ്ധതികളുടെയും ചിലവിട്ട തുകയുടെയും കണക്കുകളും അവതരിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം K ശ്യാംപ്രസാദും പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.